വല്യമ്മ, ഇപ്പൊ വയനാടില് ദുരന്തമൊക്കെ ഉണ്ടായല്ലോ. അതില് നമുക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി എന്താണ് മനുഷ്യരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്താ വല്യമ്മയ്ക്ക് അതിന് പറയാനുള്ളത്? പ്രകൃതി മനുഷ്യരോട് അങ്ങനെ ചെയ്യണോന്നുള്ളത് തോന്നിയ ഉണ്ണിക്ക്. അപ്പോ മനുഷ്യർക്ക് എന്തെങ്കിലും സങ്കടം വന്നപ്പോ ഉണ്ണിക്ക് സങ്കടമായോ? അത് കണ്ടപ്പോ സങ്കടമായി. ഇതാണ് കണ്ട മനുഷ്യ സഹജമായിട്ടുള്ള കാര്യം. അപ്പോ എന്താ വെച്ചാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാല്ലേ. അപ്പൊ നമ്മുടെ പ്രാണൻ ആണ് വലുത് എന്നുള്ള ഒരു ആലോചനയല്ലേ അതിൽ നിന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് നൂറുകണക്കിന് ആൾക്കാര് അവിടെ മരിച്ചുപോയി. അപ്പൊ അത് സങ്കടകരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോ നമ്മള് ഈ ഒരു പ്രകൃതിയുടെ മക്കളാണ് സകല ജീവരാശികളുണ്ട്. ഇത്രയും ഈ നൂറുകണക്കിന് മനുഷ്യന്മാർക്ക് അത്രയും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം വന്നപ്പോ ഓരോ മനുഷ്യനും സ്പന്ദിക്കുന്നത് കണ്ടില്ലേ കുഞ്ഞാ? അപ്പൊ പ്രകൃതി മാതാവിന്റെ മക്കളായിട്ടുള്ള കോടാനുകോടി മൂകജീവികള് മനുഷ്യന്റെ ഈ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഈ ശവക്കറികൾക്കായിട്ട് നിത്യം കൊല്ലപ്പെടുന്നുണ്ട് കുഞ്ഞാ. അതൊന്നും എന്റെ പൊന്നുമോള് കണ്ടിട്ടില്ല, അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല എന്റെ കുട്ടി ഒരിക്കലും. കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിനക്ക് ആ വേദന തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ മനുഷ്യന്മാരുടെ അവസ്ഥയിലാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ച്. ചിന്തിച്ചിട്ടില്ല അല്ലെ? പക്ഷെ ചിന്തിക്കണം. അതാണ് മനുഷ്യൻ ചിന്തിക്കില്ല. മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല കുഞ്ഞാ. പക്ഷെ അമ്മ പ്രകൃതി ചിന്തിക്കും. പ്രകൃതിയുടെ മക്കള് ഇപ്പൊ നിനക്ക് നിന്റെ അതായത് നീയും അനിയനും ഒരേപോലെ അല്ല അമ്മയ്ക്ക്, അല്ലേ പൊന്നു? അതേപോലെ തന്നെ പ്രകൃതി മാതാവിന് എല്ലാ ജീവരാശികളും അവരുടെ മക്കളാണ് കുഞ്ഞ. നമ്മൾ മനുഷ്യരെങ്ങനെയാണോ സമാനമായിട്ടാണ് മറ്റു ജീവരാശികളെ അമ്മ കാണുന്നത് അല്ലെ. ഈ സൃഷ്ടിയില് സകല ജീവരാശികളും സമാനത്വം അർഹിക്കുന്നവരാണ്. ആണോ? അതായത് എന്റെ ജീവനേക്കാൾ, അതായത് താഴെയൊന്നും അല്ല ഒരു ആടിന്റെ ജീവൻ, അല്ലെങ്കിൽ ഒരു കോഴിയുടെ ജീവൻ, ഒരു മീനിന്റെ ജീവൻ, ആണോ അല്ലയോ? ഒരു പോത്തിന്റെ ജീവൻ, പശുവിന്റെ ജീവൻ. എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമാന അവകാശങ്ങളുണ്ട് ഉണ്ണിയെ. ഇതെല്ലാം മനുഷ്യന് തിന്നാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ള ഫുഡ് സൈക്കിൾ ഉണ്ടാക്കിയത് ഒരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാ അല്ലെ. അതായത് 84 ലക്ഷം ജീവരാശികളായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സഹോദര ജീവികളാണത്. നമ്മൾ ആ ഒരു ജന്മങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് അവസാനമാണ് മനുഷ്യദേഹത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സൃഷ്ടിയുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്നറിയോ? പ്രപഞ്ചത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നറിയോ? സകല മൂകജീവികളെയും സകല ജീവരാശികളെയും ഈ മനുഷ്യൻ കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ്. ഈ മനുഷ്യനെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈൻ കമ്മിറ്റ്മെന്റ് ആണ് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, ഓരോ ജീവരാശികളും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളോടും കൂടിയിട്ടാണ് അതിന്റെ കർമ്മചക്രത്തില്, അതിന്റെ ആത്മപരിണാമക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ വേദന എങ്ങനെയാണോ സഹമനുഷ്യന് വേദനയുണ്ടാക്കുന്നത്, ഓരോ മൂകജീവികളും കൊല്ലപ്പെടുമ്പോൾ അതിന്റെ കുടുംബവും അതിന്റെ ഉറ്റവരും ഉടയവരും ഒക്കെ കൊല്ലപ്പെടണം അതിന്റെ മുമ്പില്. ഒരു മനുഷ്യൻ അതിന്റെ ഫുഡിനായിട്ട്, അതായത് മനുഷ്യൻ തനിക്ക് തിന്നാനായിട്ട് അതിന്റെ തലയും വാലും കയ്യും കാലും ശരീരത്തിലൊക്കെ കത്തി വെച്ച് വെട്ടി രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞാ. രക്തപ്പുഴ, ആണോ അല്ലയോ? അതിന്റെ മൂകമായിട്ട് ഇപ്പൊ അതിന് സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം. മൂകജീവികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ഭ്രാന്ത് പിടിക്കും മനുഷ്യന്. എന്താ വെച്ചാൽ മൂകജീവികൾ ദിവസം പ്രതി ലക്ഷക്കണക്കിന് മൂകജീവികളാണ് മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് കൊന്നൊടുക്കപ്പെടുന്നത്. മനുഷ്യന് തിന്നാൻ എല്ലാം ഉണ്ട്. പണ്ട് പ്രാകൃതമായിട്ടുള്ള മനുഷ്യർക്ക് വ്യവസായവും ഇല്ല, കൃഷിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജീവിയെ വേട്ടയാടിയിട്ട് പച്ചയ്ക്ക് തിന്നിരുന്നു. കാട്ടുതീ വന്നപ്പോഴാണ് ചുട്ടിട്ട് തിന്നതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. ഇന്ന് മനുഷ്യന് തിന്നാൻ എല്ലാം ഉണ്ട്. സകലതും മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള നോളജ് ഉണ്ട്. എല്ലാം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത്. എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയതാണ്. സൂര്യരശ്മി, വാട്ടർ, ഈ എന്താ പറയാ, എല്ലാം കൂടി ഉണ്ടാവുന്നതല്ലേ ഫ്രൂട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ധാന്യങ്ങളാണെങ്കിലും, പഴവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും, ആണോ അല്ലയോ? ഇലകളാണെങ്കിലും. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടാവും. ഇപ്പൊ ആന ഇറച്ചി മീനും തിന്നിട്ടാണോ ആനയ്ക്ക് പ്രോട്ടീൻ? ആന സസ്യാഹാരിയാണ്. അതുപോലെ കാട്ടുപോത്ത്, ആണോ അല്ലയോ? അവർക്ക് ഈ ശക്തിയൊക്കെ ഉണ്ടായത് ഇറച്ചി മീൻ തിന്നിട്ടാണോ? അപ്പൊ ഇതും ഒരു കറക്റ്റ് അല്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. മനുഷ്യൻ തന്റെ ജീവിതത്തിന്, വിനോദത്തിനും, അതായത് രുചികരമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എല്ലാ ജീവരാശികളും നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലെ. അത് വിശ്വ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് പ്രകൃതി മാതാവിന്. ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രകൃതി മാതാവിന് അതിന്റെ മക്കളെ. ഈ ഓരോ മൂകജീവികളും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അലറി വിളിച്ചകള്, അതായത് എന്നെ രക്ഷിക്കണേ, എന്റെ കുടുംബത്തെ കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ, വേദനിക്കണു, രക്തച്ചൊരിച്ചിൽ വയ്യ, എന്നെ കൊന്നു തിന്നല്ലേ എന്ന് അത് അലറി വിളിക്കുന്നുണ്ടാവും. അതിന് ഈ മനുഷ്യന് മനസ്സുള്ളത് കാരണം അതീന്ദ്രിയ ശക്തികളില്ല. പക്ഷെ അതിന് മനസ്സില്ല മൂകജീവികൾക്ക്. അത് മരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോ തന്നെ, വിൽക്കുമ്പോ തന്നെ അതിനെല്ലാം മനസ്സിലാവും. അതിന്റെ സഹജീവികൾ ഓരോന്നും അതിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക.
എന്നിട്ട് ആ പച്ച മാംസം അതിന്റെ കൺമുമ്പിലെ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മുമ്പിലാണ് രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രാണന് വേണ്ടിയുള്ള ആർത്തനാദം, മരണഭയം എന്നുള്ളത് വിഷസമാനമായിട്ടുള്ള രസായന പ്രക്രിയ അതിന്റെ ശരീരത്തിൽ ഉണ്ടാക്കും ഓരോ ജീവി മരിക്കുമ്പോഴും. ഉണ്ണേ അറിയോ, ഇതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. പക്ഷെ ഇതൊന്നും പഠിപ്പിക്കുവാനുള്ള ദിവ്യമായിട്ടുള്ള വിദ്യ നമുക്ക് നഷ്ടപ്പെട്ടു. അതായത് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ പരമമായിട്ടുള്ള ധർമ്മം അഹിംസയാണ് ബേബി. ഓക്കെ, ഒരു ജീവിയെയും കൊല്ലരുത്. ജീവഹിംസ മഹാപാപം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജീവിയെ ഹിംസിക്കരുത് എന്ന്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രകൃതിയുടെ മക്കളെ കൊന്നൊടുക്കരുത്, പ്രകൃതിക്ക് വേദനിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത് എന്ന് പ്രകൃതി പറഞ്ഞിട്ട് അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ വേദനയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വേദനകളാണ് ഇന്ന് മൂകജീവരാശികൾ അനുഭവിക്കുന്നത്. പൊന്നു, മൂകജീവരാശികളുടെ ആ ആർത്തനാദങ്ങളും പ്രാണവേദനകളും അതിന്റെ വേദനകളും അതിന്റെ കണ്ണീരും കരച്ചിലും ഒക്കെ ആർക്കാണ് ഈ അറിയുന്നത്? അമ്മയാണ് കാണുന്നത്, പ്രകൃതി മാതാവ്. പ്രപഞ്ചത്തിന് അത് അറിയാൻ പറ്റും. ആത്മജ്ഞാനികൾക്കും സാധകർക്കും മനസ്സിലാവും. അയ്യോ, ഓരോ ജീവിയുടെയും മൂകമായിട്ടുള്ള നിലവിളി, അല്ലെ? അവർക്ക് സംസാര ഭാഷ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരുടെ ആർത്തനാദം വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ മനുഷ്യന്മാരൊക്കെ ഭ്രാന്തന്മാരായേനെ. എന്നുവെച്ചാൽ അവര് പറയുന്ന ഓരോ വാക്കുകളും കേട്ടിട്ട്, അല്ലെ? അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെന്ന് കരുതി അവരെല്ലാം എനിക്ക് തിന്നാനാണെന്നും പറഞ്ഞ് കൊന്നൊടുക്കി കഴിഞ്ഞാല് പ്രകൃതിക്ക് അത് നോക്കി നിൽക്കാൻ പറ്റില്ല കുഞ്ഞാ. പിന്നെ അവിടെ ഓരോ ഇപ്പോ സാമൂഹികമായിട്ട് ഇത്രയും വലിയ ദുരന്തം വരുമ്പോ അതിന്റെ പിന്നിലൊക്കെ യഥാർത്ഥ കാര്യകാരണങ്ങളുണ്ട്. ഓക്കെ, എല്ലാം കർമാനുസാരമാണ് കുഞ്ഞ, എല്ലാം കർമാനുസാരമാണ്. ഒരു ദുരന്തം വരുന്ന, ഒരു ദുരിതം വരുന്ന, ഒരു കഷ്ടം, നഷ്ടം, രോഗം, എല്ലാത്തിന്റെ പിന്നിലും കർമ്മം ആണ്. കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിതം, എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, എങ്ങനെയാണ് അവരുടെ ജീവിതം ഉണ്ടാവേണ്ടത് എന്ന് എങ്ങനെയാണോ ഓരോ മനുഷ്യനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് അവരുടെ മരണവും ഓരോരുത്തരും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ മരിക്കണം, ഏത് ദുരന്തത്തിലൂടെ മരിക്കണം, എത്ര തീവ്രമായിരിക്കണം ആ മരണം. ഓക്കെ, പ്രകൃതി വൈപരീത്യത്താലാണോ, ഒറ്റയ്ക്കാണോ മരിക്കേണ്ടത്, സാമൂഹികമായിട്ടാണോ മരിക്കേണ്ടത്, ആക്സിഡന്റലായിട്ടാണോ മരിക്കേണ്ടത്, എല്ലാം ഒരു സൂയിസൈഡ് ഒഴികെ മറ്റെല്ലാം തന്നെ ഓരോ ദിവ്യാത്മ സ്വരൂപരും അവരുടെ മരണത്തെയും ഡിസൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈ ഭൂമിയിലേക്ക്. അപ്പൊ അതിനെയൊക്കെ നമ്മള് പ്രകൃതിയെ കുറ്റം പറയാൻ പറ്റില്ല. പ്രകൃതി നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്, നിന്നാൽ കാത്തു രക്ഷിക്കപ്പെടേണ്ടതാണ് സകല മൂകജീവികളും. സകല ജീവരാശിയും, ഓ മനുഷ്യൻ, നീ നിന്നാൽ കാത്തു രക്ഷിക്കപ്പെടേണ്ടതാണ്. അവരെ കാത്തു രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ കർത്തവ്യം. ഓക്കെ, നീ ഈ പഞ്ചഭൂതങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഈ കുന്നും മലയും വെട്ടി ഇതാക്കി കൃഷി ചെയ്തിട്ടും നിന്റെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുക്കാനും റിസോർട്ടുകൾ കെട്ടിപ്പടുക്കാനും വേണ്ടി നീ ചെയ്തതൊക്കെ നിനക്ക് ദുരന്തമായിട്ടാണ് നിന്റെ ജന്മപരമ്പരയിൽ നീ അനുഭവിക്കേണ്ടി വരിക. നീ ഈ ജീവിതത്തില് ഈ ശരീരം കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുകയും അതേപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മാത്രമാണ് അത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നീ ഈ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും സമ്പാദിച്ചു കൂട്ടിയതൊന്നും ഒരു രൂപ പോലും നിനക്ക് മരണത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നമ്മൾ മരിച്ചു പോകുമ്പോ ഈ ഇട്ട ഡ്രസ്സ് പോലും കൊണ്ടുപോകാൻ വല്യമ്മയ്ക്ക് പറ്റുമോ കണ്ണാ? ഇല്ല. അപ്പൊ പിന്നെ ഞാൻ സമ്പാദിച്ചത് എനിക്ക് 1 രൂപ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ നീ സമ്പാദിക്കാൻ പാടൂ. അതേതാ? സത്കർമ്മങ്ങള്, പുണ്യകർമ്മങ്ങള്, സത്യത്തിൽ ജീവിക്കുക, ധർമ്മത്തെ ആചരിക്കുക, അഹിംസ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരു ജീവികളെ നമ്മൾക്ക് കാത്തുരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജീവികളെയും വേദനിപ്പിക്കാതിരിക്കാം. നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി തന്നിട്ടുണ്ട് കുഞ്ഞാ. എന്നിട്ടും അത് പോരാതെ അസംതൃപ്തിയാല് നമുക്ക് ഉള്ളത് പോരാതെ ഇനിയും വെട്ടിപ്പിടിക്കണം, ഇനിയും അതിന്റെ ഇരട്ടിയാക്കണം എന്നുള്ള ആലോചന കൊണ്ട് മനുഷ്യൻ പഞ്ചഭൂതങ്ങളെയും പ്രകൃതിയെയും ഈ സാധു മൃഗങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ കുഞ്ഞാ? ഈ സകല ജീവരാശികളും, അതായത് മനസ്സില്ലാത്ത ഡിസാസ്റ്റർസ് തോട്ട്സ് മനുഷ്യന് മാത്ര, അത്യാഗ്രഹങ്ങളുടെ ആലോചനാ തരംഗങ്ങള്, അതേപോലെ അസംതൃപ്തിയുടെ ആലോചനാ തരംഗങ്ങൾ, ഇനിയും വെട്ടിപ്പിടിക്കണം, ഇനിയും കെട്ടിപ്പടുക്കണം, ഇനിയും സമ്പാദിച്ചു കൂട്ടണം എന്നുള്ള ആ ഒരു ഡിസാസ്റ്റർസ് തോട്ട്സിന്റെ തരംഗങ്ങൾ ഈ മനുഷ്യനിൽ നിന്നും ഈ സൃഷ്ടിയിലേക്ക് എവറി മൊമെന്റ് റിലീസ് ആയിക്കൊണ്ടിരിക്കുക. അത് ഈ ഭൂമിയുടെ ആ ഒരു പ്രാണശക്തിയുടെ ബാലൻസിങ്ങിനെ തകർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവ്യമായിട്ടുള്ള ദിവ്യാത്മ സ്വരൂപരെ ഈ മൂകജീവികളാ, പക്ഷികള്, വൃക്ഷലതാദികള്, അതേപോലെ തന്നെ ജന്തുജാതികള്, ഏത് മൃഗങ്ങള്, ഓക്കെ, ഇവർക്ക് തോട്ട്സ് ഇല്ല, ഇവർക്ക് അത്യാഗ്രഹങ്ങളില്ല, നാളെയെ കുറിച്ച് ചിന്തയില്ല. അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വെട്ടിപ്പിടിക്കണമെന്നോ കെട്ടിപ്പടുക്കണമെന്നോ ഇനിയും സമ്പാദിച്ചു കൂട്ടി ഇരട്ടിയാക്കണമെന്നോ കോടിക്കണക്കിന് സമ്പാദിക്കണമെന്നുള്ള ആലോചനയില്ല. സോ ഈ ഡിസാസ്റ്റർസ് തോട്ട്സ് കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയുടെ ഈ പ്രാണശക്തിയെ, ആ തരംഗങ്ങളെ വിഘടിപ്പിക്കുമ്പോ അതിനെ സന്തുലനം ചെയ്യുന്നത് ഈ മൂകജീവികളാവുന്നേ. ഈ മൂകജീവികൾക്ക് മനസ്സില്ലാത്തത് കൊണ്ട് അവർക്ക് വിശന്നാൽ മാത്രമേ അവർ വേട്ടയാടൂ. അവര് വിശക്കുമ്പോ മാത്രമാണ് അവർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുള്ളൂ. അവരെന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അത് അവര് നമ്മളെ എന്തെങ്കിലും കാണിക്കുള്ളൂ, അല്ലേ? അപ്പൊ അവരുടെ ആവാസ കേന്ദ്രങ്ങൾ തകർത്തത് കൊണ്ടാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ എന്നിട്ടും അത് ഈ കലികാലത്തില്
പവിത്രമായ തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനാണ് ഉണ്ണിയെ. ബുദ്ധിയില്ല, കാട്ടുമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ, ഒന്നിനും പറ്റാത്തവരെന്ന് പറയുന്ന അവർക്ക് മഹാകരുണയുണ്ട്. അവരവരുടെ സഹജീവികളെ രക്ഷിക്കുന്നുണ്ട്, ആവശ്യ ഘട്ടങ്ങളിൽ മനുഷ്യനും സഹായം ചെയ്യുന്നുണ്ട്. അല്ലെ, ഒരു ആന ഒരമ്മയും ഒക്കെ രക്ഷിച്ചത് നമ്മള് ഏഷ്യാനെറ്റിൽ കണ്ടു. അപ്പൊ അങ്ങനെ എത്ര സഹജീവരാശികൾക്ക് വേണ്ടിയിട്ട് അവർ സഹായിക്കാൻ തുടങ്ങി. ഇന്ന് പലയിടത്ത് യൂട്യൂബുകളിലെ വീഡിയോസിൽ ഈ ഒരു മനുഷ്യനാൽ കാത്തുരക്ഷിക്കപ്പെട്ട മൃഗങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോ അവരുടെ ചവിട്ടേറ്റിട്ട് ഈ മനുഷ്യർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ അവരെ രക്ഷിക്കേണ്ടവനാണ് കൊല്ലാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അവരുടെ സഹജീവികളെ അവർ തന്നെ സ്വയം രക്ഷിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? പവിത്രമായ തിരിച്ചറിവ് കലകാലത്തിൽ കേവലം മൃഗങ്ങൾക്കാ ഉണ്ണിയെ. അപ്പൊ ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥ എന്നുള്ളത് ഈ പക്ഷിമൃഗാദികൾ, മൂകജീവരാശികൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാ. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ സ്വർഗമാണ് ഈ ഭൂമി, ഈ മനുഷ്യൻ. പക്ഷെ ഒരു പൂമ്പാറ്റ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമിക്ക് പ്രപഞ്ചം നിലനിൽക്കില്ല കണ്ണാ. അപ്പൊ ഈ പ്രപഞ്ചം ഇത്രയും ദിവ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനല്ലാതെ മറ്റു ജീവരാശികളുടെ സഹായം കൊണ്ടാ. മറ്റു ജീവരാശികളുടെ ഡിവൈൻ ആയിട്ടുള്ള അവർക്ക് തോട്ടുണ്ടോ, അവർക്ക് ക്രൂരതയുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സമതുലനം, ഈ ഒരു പ്രാണശക്തിയുടെ സമതുലനം ഫാന്റാസ്റ്റിക് ആയിട്ട് നടക്കുന്ന ജീവരാശികളെ കൊന്നൊടുക്കുന്നത് മനുഷ്യനാണ്, മനുഷ്യന്റെ അത്യാഗ്രഹം. അപ്പൊ ആ മനുഷ്യനെ തുടച്ചു നീക്കേണ്ട ബാധ്യത കോസ്മിക് ഗവൺമെന്റിന്റെയാണ്, അല്ലെ? ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് മഹാമാരികളായിട്ടും അതേപോലെ കൊറോണ പോലത്തെ രോഗങ്ങളായിട്ടും ഭൂകമ്പങ്ങളായിട്ടും പ്രളയങ്ങളായിട്ടും ഒക്കെ നമുക്ക് മുന്നറിയിപ്പ് തന്നില്ലേ? പക്ഷെ എന്നിട്ടും മനുഷ്യൻ പഠിച്ചോ? ഇല്ല. അതായത് വീണ്ടും അത് മനുഷ്യന്റെ ബുദ്ധിക്കും അപ്പോഴത്തെ മറന്നു. ഒരു പ്രളയം വരുമ്പോ മാത്രം ചിന്തിച്ചാ പോരല്ലോ മനുഷ്യൻ എപ്പോഴും, അതായത് പ്രകൃതിയുടെ മുമ്പിൽ വിനയത്തോടുകൂടി, നന്ദിയോടുകൂടി, ക്ഷമ ചോദിച്ചുകൊണ്ട്, ആദരവോടുകൂടി, പ്രകൃതിക്ക് അനുഗുണമായിട്ട്, അല്ലെ, പ്രകൃതിക്ക് സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്യേ, പ്രകൃതിയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും പ്രകൃതി ക്ലൻസിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് കാണുമ്പോ എന്റെ പൊന്നുമോൾ എന്താ വിചാരിക്കേണ്ടത്? ഇന്നത്തെ മനുഷ്യന്റെ ഈ കൂട്ടക്കരച്ചില് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെ, ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇതിന്റെ ലക്ഷക്കണക്കിന് ഇരട്ടി മൂകജീവികളുടെ ആർത്തനാദങ്ങൾ പ്രകൃതി മാതാവിന് കേട്ട് സഹിക്കാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ശവക്കറികൾ നിർത്തുക, നമ്മുടെ ദേഹം ശ്മശാനമാക്കാതിരിക്കുക. ഓക്കെ, ദൈവം പറഞ്ഞതിനനുസരിച്ചിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോ പ്രകൃതി തീർച്ചയായും നമ്മളെ കാത്തുരക്ഷിക്കും. ഓരോ മനുഷ്യനും മാറുമ്പോ, സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിക്കുമ്പോ പ്രകൃതിയും അതിന്റെ തീരുമാനങ്ങൾ മാറ്റിയിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായോ ഉണ്ണിക്ക്? മനസ്സിലായി. താങ്ക് യു.